കുത്തൊലിച്ചു വരുന്ന പുഴ, കലങ്ങി മറിഞ്ഞ പുഴ, ഈ രണ്ട് കാരണങ്ങളാണ് തുടർച്ചയായി മന്ത്രിയും എം.എൽ.എയും കലക്ടറും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ രക്ഷാദൌത്യം അവസാനിപ്പിക്കുന്നതിനായി, താൽക്കാലികമാണ് എന്ന് പറയുമ്പോഴും അത് അവസാനിപ്പിക്കുന്നതിനായി പറയുന്ന കാരണം എന്ന് പറയുന്നത്. ഇന്നും അതിൽ വലിയ മാറ്റമില്ല, കുത്തിയൊലിച്ച് തന്നെയാണ് വരുന്നത്. ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്, പക്ഷേ ഒഴുക്കിന് വലിയ കുറവില്ല, കലക്കത്തിനും മാറ്റമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല അവസ്ഥ, വീണ്ടും കലങ്ങി പറയും. അപ്പോൾ ആ രക്ഷാദൌത്യം വീണ്ടും നീണ്ടുപോകും, വീണ്ടും മുന്നോട്ട് കയറി പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും എന്തായാലും നിലവിലെ സാഹചര്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നുള്ള നമ്മുടെ കാഴ്ച, അതായത് 13 ദിവസത്തെ രക്ഷാദൌത്യം ഏകദേശം പൂർണ്ണമായും അവസാനിച്ച രീതിയിലേക്ക് പോയിരിക്കുന്നു. ആരുമില്ല, ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ അപകടം നടന്ന ഈ സ്ഥലത്ത് കാവലായി, അല്ലെങ്കിൽ അപകടം നടന്ന സ്ഥലത്തിന് ഒരു സുരക്ഷയായി വന്നു നിൽക്കുന്നു. 2 പേര് മാത്രമാണുള്ളത്. ഒരു JCB കൊണ്ട്, ഇറ്റാച്ചിയിൽ കൊണ്ട് ചെറിയ തോതിലുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തികൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രവൃത്തിയും, രക്ഷാപ്രവർത്തന ഭാഗങ്ങളും ഇവിടെ ഉണ്ടാവുന്നില്ല. ഏറെക്കുറെ എല്ലാം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് നിലവിലെ സാഹചര്യം പറയാം. പക്ഷേ നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല. കാരണം തൃശ്ശൂരിൽ നിന്നുള്ള സംഘം ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്ന് രാത്രി ഇവിടേക്ക് എത്തും. ഇന്ന് രാത്രി ഇവിടെ എത്തി നാളെ പരിശോധിക്കും. അതിൽ ഒരു അനുകൂലമായ ഒരു കാര്യം ഉണ്ടാകും, അനുകൂല സാഹചര്യം ഉണ്ടാകും. ഇറ്റാച്ചി ഉപയോഗിച്ച് പരിശോധിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കുന്നു. അർജുനായുള്ള തുരച്ചിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടരുമെന്ന പ്രത്യാശ മാത്രമേ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളൂ.